നമ്പറും സീറ്റ് ബെൽറ്റുമില്ല. ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്രയിൽ വിമർശനവുമായി ഹൈക്കോടതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്രയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത്. ജീപ്പ് ഉടൻ പിടിച്ചെടുക്കണമെന്ന് ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി. രൂപമാറ്റം വരുത്തിയിരിക്കുന്നത് ഉൾപ്പെടെ നിരവധി നിയമലംഘനങ്ങൾ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ടെന്നും അതിനാൽ ഉടൻ തന്നെ വാഹനം കസ്റ്റഡിയിലെടുക്കണമെന്നുമാണ് കോടതി നിർദ്ദേശം. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഒരാളാണ് വീണ്ടും നിയമലംഘനം നടത്തിയിരിക്കുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞു. അനുവദിച്ചിട്ടുള്ളതിലും അധികം വലിപ്പത്തിലുള്ള ടയറുകൾ, നമ്പർ പ്ലേറ്റ് നൽകിയിട്ടില്ല, അനധികൃതമായി വരുത്തിയ രൂപമാറ്റം എന്നിവയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ നിയമലംഘനങ്ങൾ. ഇതിനൊപ്പം സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് ആകാശ് തില്ലങ്കേരി വാഹനം ഓടിക്കുന്നതെന്നതും വീഡിയോയിൽ വ്യക്തമാണ്. വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിന് പിന്നാലെയാണ് വാഹനം പിടിച്ചെടുക്കാനും നടപടി സ്വീകരിക്കാനും മോട്ടോർ വാഹന വകുപ്പിനോട് കോടതി ആവശ്യപ്പെട്ടത്. ആകാശ് തില്ലങ്കേരിയുടെ ക്രിമിനൽ പശ്ചാത്തലം കണക്കിലെടുത്താണ് വീഡിയോ പരിശോധിച്ച് ഹൈക്കോടതി സ്വമേധയാ നടപടിയിലേക്ക് പോയിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസമാണ് വയനാട് ജില്ലയിലെ പനമരത്ത് ആകാശ് തില്ലങ്കേരി ജീപ്പ് യാത്ര നടത്തിയത്. വാഹനം മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും രജിസ്ട്രേഷൻ നമ്പർ KL10BB 3724 ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആകാശ് തില്ലങ്കേരി ഇൻസ്റ്റഗ്രാം റീൽ പങ്കുവച്ചതോടെയാണ് യാത്ര വിവാദമായത്. പനമരം മാനന്തവാടി റോഡിൽ പനമരം ടൗൺ, നെല്ലാറാട്ട് കവല, ആര്യന്നൂർ നട എന്നിവിടങ്ങളിലൂടെ വാഹനം ഓടിക്കുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത്.